ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു റമദാൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മളെ 7ാമത്തെ നോമ്പിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ളതിനെ കൊണ്ട് തന്നെ അതങ്ങനെ കിടന്നു. അങ്ങനെ ഇന്ന് എന്തായാലും അത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇമ്മ ആണെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസിൽ കണ്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കും. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫ്രിഡ്ജ് എന്നൊക്കെ പറയണം. ഇനി ഇതാരും കൊണ്ടിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. അങ്ങനെ ഈ ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിൻ്റെ അടുത്ത് തൊലി പോക്കി അപ്പോൾ അവിടെ തന്നെ നമ്മളെടുത്തിട്ട് കുഴയ്ക്കണം. എനിക്കാണെങ്കിൽ തൊട്ടാനായിട്ട് കൈ പൊള്ളും. പക്ഷേ ഇമ്മ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ പോരാളിയാണ്. പോരാളിക്ക് അതൊക്കെ കൈയുള്ളൂ ചൂടോടെ കുഴക്കാൻ. അങ്ങനെ ഇമ്മ അതൊക്കെ കുഴച്ച് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ റെസിപ്പി ഇട്ടരാം. റെസിപ്പി എന്ന് പറയാൻ മാത്രം വല്ലാണ്ടൊന്നും ഇതിലില്ല. പിന്നെ ഏതോ നൂറ്റാണ്ടിലുള്ളൊരു ഫോർക്കാണ്. ഇതിപ്പം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിഞ്ഞെടുത്തതാണ്. അങ്ങനെ ഇതെടുത്തിട്ട് നമ്മളൊരു ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ട് അത് പിന്നെ കട്ട് ചെയ്തെങ്ങാണ്ട് എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതെങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എഗ് യോക്കിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വേണം പൊരിക്കാൻ. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണം ആ ഒരു രൂപത്തിൽ തന്നെ വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് നൈസ് പത്തിരിയാണ്. അപ്പോൾ നൈസ് പത്തിരിയിലേക്കുള്ള പൊടി ഇവിടെ അമ്മ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഗ്യാസിൽ നേരത്തെ വെച്ച് നിങ്ങൾ കണ്ടില്ലേ, അപ്പം അതും വെച്ചിക്കണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ അമ്മമ്മ പത്തിരിക്കുള്ള പൊടി കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മ അത് പരത്തും, പിന്നെ അമ്മമ്മ ചൂടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എന്താ ഇവിടെ റോള് എന്ന്. ഞാനിവിടെ ഇതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കണില്ലേ, അതന്നെ ഒരു വലിയ പണിയില്ലേ. പിന്നെ അത് കണ്ടില്ല നിങ്ങൾ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ ഉണ്ടാവണം ആ ഒരു പത വരെ വരുന്നുണ്ട്. അങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള ഒരു ലുക്ക് ഇതാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊരിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടിയും ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതിനൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ഒരു സമയമായി. ഒരു 5 മിനിറ്റും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് വെച്ചിട്ടു. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു ഐറ്റം ഉണ്ട്, ചട്ടിപ്പത്തിരും കൂടി നമുക്കിന്ന് നോമ്പുറക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല ചൂടായതിനെക്കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ ഡെയിലി ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ വാട്ടർ മെലൻ്റെ ഒരു മൊഹബത്ത് കാ സർബത്താണ് നമുക്കിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുസമ്പി ഉണ്ട്, പപ്പായ ഉണ്ട്, വത്തക്ക ഉണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ തരിക്കഞ്ഞും ഉണ്ട്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ റാഹത്തായിട്ട് തുറന്നതിന് ശേഷം നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞിട്ട് ഓതിയൊക്കെ കഴിഞ്ഞ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുള്ളൂ. പിന്നാണെങ്കിൽ എല്ലാ റമദാനിലും ഞാനൊരു കത്തും തീർക്കലുണ്ട്. അപ്പോൾ ഈ റമദാനും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാത്രിക്കിലേക്കുള്ള കറി ഉണ്ടാക്കാൻ പോണത്. കാരണം ഈ ഒരു ചിക്കൻ മസാല തേച്ചിട്ട് കുറച്ച് മണിക്കൂറൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനെടുത്തിട്ട് പൊരിക്കേണ്ടത്. അതിൻ്റെ ഈ കിടത്തം കണ്ടിട്ട് എങ്ങനെയാണ് ഇതിനൊക്കെ പൊരിക്കാൻ തോന്നുന്നത്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ റിയലി അമേസിങ് ആണ്. അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ്. നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഈ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടും. ഫൈനലി നമ്മളെ പ്ലേറ്റിലേക്ക് സാധനം എത്തിട്ടോ. അപ്പോൾ അമ്മുവിന് പൊറാട്ടയാണ്. കാരണം നമുക്ക് നൈസ് പത്തിരി ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഓൾക്ക് എന്തായാലും നോമ്പൊക്കെ നോറ്റതിനെ കൊണ്ട് നമ്മൾ 2 പൊറാട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളെ മെയിൻ കോഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഡിന്നർ. അങ്ങനെ രാത്രി കിടക്കാൻ നേരത്തെ നമ്മളിന്നൊരു കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി. ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.